ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോസഫ് നാദം, ഗിറ്റാർ പെർഫോമറും ടീച്ചറുമാണ്. എൻ്റെ 30 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടായാൽ മാത്രമാണ് ഇത് പഠിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ചിട്ടാണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും നമുക്ക് അവസരങ്ങൾ ഒരുക്കുന്നത്. ഒരു വണ്ടർഫുൾ ഇൻസ്ട്രുമെന്റ് തന്നെയാണ് ഗിറ്റാർ. മെലഡിയും ഋതുവും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്നത് ഗിറ്റാറിലൂടെ മാത്രമാണ്. സാധാരണയായിട്ട് ഗിറ്റാർ നമുക്ക് പാടാൻ വേണ്ടി തന്നെ ഗിറ്റാർ ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് നല്ലൊരു അക്കോമ്പനിമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിറ്റാർ ഉപയോഗിക്കാം, ഗിറ്റാറിൽ സോളോ പെർഫോം ചെയ്യാൻ വേണ്ടി ഗിറ്റാർ ഉപയോഗിക്കാം. സാധാരണയായിട്ട് 3 ടൈപ്പ് ഗിറ്റാറുള്ളത്. ഒന്ന് സ്റ്റീൽ സ്ട്രിങ് അക്യൂസ്റ്റിക് ഗിറ്റാർ, ക്ലാസിക്കൽ ഗിറ്റാർ, ഹവായൻ ഗിറ്റാർ. 30 വർഷത്തെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരു സ്റ്റുഡൻറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയാൽ അവൻ പഠിക്കാനുള്ള താല്പര്യം കൂടും. അതിനായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒത്തിരി സിലബസ് ഉണ്ട്. അത് ആളുകൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് മ്യൂസീഷ്യന്മാരായിട്ടുണ്ട്. നമ്മൾ ആലുവയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടീച്ചിങ് നടത്തുന്നുണ്ട്, ഗ്രേഡ് എക്സാം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിമ്പിളായിട്ടുള്ള ടാബ് നൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. 3 months കോഴ്സ് നടത്തുന്നുണ്ട്. ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പഠിക്കുന്നൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് നല്ലൊരു മാസ്റ്റർ, പിന്നെ വേണ്ടത് നല്ലൊരു ഇൻസ്ട്രുമെന്റ്, പിന്നെ താളത്തിൽ വേണം പഠിക്കാൻ. താളം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ 1 2 3 4 താളം തന്നെയാണ്. പക്ഷെ ജീവിതത്തിൽ താളത്തിൽ പഠിക്കുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിന് നമ്മുടെ കൃത്യമായ സമയം, കൃത്യമായ സ്ഥലം, ഇതെല്ലാം വലിയ ഘടകങ്ങളാണ്. പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം കുറിക്കാൻ വേണ്ടിയിട്ടൊരു ബുക്ക് വേണം. ഇതുപോലെ ഒരു ബുക്ക് വേണം. ആ ബുക്കിനകത്ത് എല്ലാം എഴുതി വെക്കണം. കേൾക്കുന്ന കാര്യങ്ങൾ, എക്സസൈസ് എല്ലാം ആ ബുക്കിൽ എഴുതി വെച്ച ശേഷമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒത്തിരി ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഗിറ്റാറിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തന്നെ ഒരു 5 എപ്പിസോഡ് ആവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗിറ്റാർ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് സ്ട്രിങ്സ്, 6 സ്ട്രിങ്സ്, പിന്നെ ഫ്രെറ്റാണ്, ക്രോസ് ആയിട്ട് വന്നേക്കുന്ന ഫ്രെറ്റാണ്. ഫ്രെറ്റ് ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ഗിറ്റാർ, സിത്താർ, വീണ, മാൻഡിലിൻ, യുക്കുലേലി, ഇതൊക്കെ ഫ്രെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. സാധാരണ കുട്ടികളുടെ അടുത്ത് ചോദിക്കും, എന്താണ് മ്യൂസിക്, എന്തിനാ പഠിക്കാൻ വന്നേക്കണമെന്ന് ചോദിക്കും. അതെ, ആ ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കണം, എന്താണ് മ്യൂസിക്. ഇപ്പൊ മ്യൂസിക് പല ആൻസേഴ്സ് കിട്ടും. അത് ഫീലാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ മ്യൂസിക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സൗണ്ടാണ്. ആ സൗണ്ടിന് പ്രത്യേകതകളുണ്ട്. അപ്പോൾ സൗണ്ട് എന്താണ്, എങ്ങനെ, വൈബ്രേഷനിലൂടെയാണ്. ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഒരു സെക്കൻഡിൽ എത്ര വേവ് വരുന്നതനുസരിച്ച് ഫ്രീക്വൻസി ഉണ്ടാവും, പിച്ച് ഉണ്ടാവും. ഇതെല്ലാം ഞാൻ ഫിസിക്സാണ് പറയുന്നത്. നിങ്ങൾ ആ ലെവലിൽ നിങ്ങളൊന്ന് റെഫർ ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, ഫ്രീക്വൻസി എന്താണ്. ഇപ്പോൾ ഗിറ്റാറിൽ ഈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യണത് ഇവിടെ നിങ്ങൾ പോരുന്നതോറും ഹൈ ഫ്രീക്വൻസി വരും. എന്താ ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, 2 സൗണ്ട് തമ്മിൽ വ്യത്യാസമാണ്. ഇതിനകത്ത് ഇത് ലോ ഫ്രീക്വൻസിയാണ്, ഇത് ഹൈ ഫ്രീക്വൻസിയാണ്. ആ അറിവ് നമ്മളിൽ ഉണ്ടായാൽ നമുക്ക് ഗിറ്റാർ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഏത് സോങ്ങും നമുക്ക് ഈസി ആയിട്ട് പ്ലേ ചെയ്യാം. സാധാരണയായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഗിറ്റാർ ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഗിറ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഗിറ്റാർ പ്ലേ ചെയ്യും. അവർ ഏത് ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യും. അവർക്ക് ആ ഫ്രീക്വൻസിയെ കുറിച്ചുള്ള സെൻസ് അറിയാം. ഹൈ ഫ്രീക്വൻസി എങ്ങോട്ട് പോകുമ്പോൾ എങ്ങോട്ട് കൈ മൂവ് ചെയ്യണം, ലോ ഫ്രീക്വൻസി വരുമ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് അവർക്കറിയാം. അപ്പോൾ സീക്രട്ട്, അതിനെ ഞാൻ പറയാം, അതിനെയാണ് മ്യൂസിക് സെൻസ് എന്ന് പറയുന്നത്. ഗിറ്റാറിന്റെ ട്യൂണിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഗിറ്റാർ എങ്ങനെ ട്യൂൺ ചെയ്യണമെന്നൊക്കെ നമുക്ക് കുറച്ച് ലെസൺസ് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഗിറ്റാറാണ്. അത് ട്യൂൺ ചെയ്യാം. ഇങ്ങനെയൊക്കെ ട്യൂൺ ചെയ്യണമെങ്കിൽ ഒത്തിരി സമയം കൊടുക്കും. നമ്മൾ എന്തുമാത്രം ആ ഫ്രീക്വൻസിയെ കുറിച്ചുള്ള അറിവ് കൂടണോ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ട്യൂണർ ഉപയോഗിക്കണം, അല്ലെങ്കിൽ മൊബൈലിലെ ആപ്പ് ഉപയോഗിക്കണം എങ്ങനെ ട്യൂൺ ചെയ്യണം എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോണത് സിമ്പിളാണ്. ഏറ്റവും എഗെയിൻസ്റ്റ് എന്താ പറയുമ്പോൾ, പഠിക്കുന്ന ഒരു ഗിറ്റാറായാലും കീബോർഡായാലും ഏത് ഇൻസ്ട്രുമെൻ്റ് ആയാലും പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള പ്രഷറാണ് കൈമ കൊടുക്കുന്നത്. ഒട്ടും പ്രഷറില്ലാതെ കൈ ഇങ്ങനെ ഗിറ്റാർ ഹോൾഡ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് കൈ 2 വിട്ടാലും ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഈ കട്ടിങ്ങും ഈ ഷോൾഡറിലും നിൽക്കണം. അതൊക്കെയാണ് സിമ്പിളായിട്ട് വെറുതെ 1 2 3 1
റിസ്റ്റ് ഫ്രീ ആയിരിക്കണം. ഈ കൈ വെറുതെ ഇവിടെ വെറുതെ സപ്പോർട്ടായിട്ട് വെക്കണം. 1 2 3. ഗിറ്റാറിൽ നമ്മൾ മനസ്സിലാക്കി സ്ട്രിങ് ഉണ്ട്, ഫ്രെറ്റ് ഉണ്ട്. ഈ ഫ്രെറ്റ്സ് എല്ലാം വെച്ചേക്കുന്നത് ഇവിടെയും വരെയാണ് വെച്ചേക്കുന്നത്. ഇത് ഫ്രെഡ് ബോർഡ് എന്ന് പറയും. ഈ ഫ്രെഡ് ബോർഡിൽ കിടന്ന് നിങ്ങൾ എത്രമാത്രം നന്നായി കളിക്കാൻ പറ്റുന്നോ അത്രയും നല്ല ഗിറ്റാർ പ്ലെയർ ആയിട്ട് മാറും. ഇവിടെ നമ്മൾ നമ്പേഴ്സാണ് നോട്ട്സ് ആയിട്ട് തരുന്നത്. താഴത്തത് ഫസ്റ്റ് സ്ട്രിങ് ആണ്. ഫസ്റ്റ് സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. 6 സ്ട്രിങ് ഞാൻ പ്ലേ ചെയ്ത്. ഫസ്റ്റ് സ്ട്രിങ് ഓപ്പൺ ആയിട്ടാണ് വായിച്ചത്, കൈ ഒന്നും പ്രസ് ചെയ്യാതെ. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന നോട്ട്സ് എന്താണെന്ന് വെച്ചാൽ 1/0 എന്ന് പറഞ്ഞാൽ കൈ വെക്കരുത്, ഓപ്പൺ ആണ്. 2/0 സെക്കൻഡ്, 3/0 തേർഡ്, 4/0 ഫോർത്ത്, 5/0 ഫിഫ്ത്ത്, 6/0 ആറാമത്തെ സ്ട്രിങ്. അപ്പോൾ ഇനി ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ തേർഡ് ഫ്രെറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഫസ്റ്റ് സ്ട്രിങ് ഓപ്പൺ, ഫസ്റ്റ് സ്ട്രിങ് അതിൻ്റെ തേർഡ് ഫ്രെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സിമ്പിൾ ട്യൂൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെക്കൻഡ് സ്ട്രിങ് 0, 2/0, 1/0, 1/0. ഇനി അടുത്തത് 1/2, 1/0, 1/0. അപ്പോൾ ഒന്ന് നോക്കാം. സെയിം തിങ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. 2/0, 1/0, 1/0. One by 7, 1/5, 2/0, 1/2, 1/3. ഈ എല്ലാ നോട്ട്സും ചേർത്ത് നമുക്ക് എങ്ങനെ പ്ലേ ചെയ്യാം? ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ദിവസം നല്ല ലെസനും നല്ല സോങ്ങുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് ഇടണം, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഞാൻ പ്ലേ ചെയ്തേക്കണ വീഡിയോസ് ഒത്തിരി ഉണ്ട്. ഇൻസ്റ്റയിൽ ജോസഫ് നാദം, ഫേസ്ബുക്കിൽ ജോസഫ് നാദം, യൂട്യൂബിലും കിടപ്പുണ്ട്. നിങ്ങളിതൊക്കെ വാച്ച് ചെയ്യണം, നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.